ജലവിഭവ വകുപ്പ് മന്ത്രിയുടെ സ്വന്തം മണ്ഡലമായ ഇടുക്കിയിൽ കോടികൾ മുടക്കിയ കുടിവെള്ള പദ്ധതികൾ കാടുകയറി നശിക്കുന്നു. ഇടുക്കി മെഡിക്കൽ കോളേജും പരാധീനതകൾക്ക് നടുവിലാണ്. വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളവും കോട്ടയം ജില്ലകളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് ഇടുക്കിക്കാർ. 5 പഞ്ചായത്തുകളിലും കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലും വെള്ളമെത്തിക്കുന്ന ആലടി കുരിശുമല കുടിവെള്ള പദ്ധതി 8.5 കോടി മുടക്കിയിട്ടും 2 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും ഇന്നും യാഥാർത്ഥ്യമാവാത്ത വണ്ടൻമേട് കുടിവെള്ള പദ്ധതി. ഇവ രണ്ടും ഇന്ന് സാമൂഹിക വിരുദ്ധരുടെ താവളമാണ്. വണ്ടൻമേട് കുടിവെള്ള പദ്ധതിക്കായി മുടക്കിയ കോടികൾ പാഴാവുക മാത്രമല്ല, ഇവിടെ ഉണ്ടായിരുന്ന മോട്ടറും മറ്റ് യന്ത്ര സാമഗ്രികളും മോഷ്ടാക്കളും അപഹരിച്ചു. പരിഹാരം കാണുമെന്ന മന്ത്രിയുടെ പ്രഖ്യാപനവും ജലരേഖയായി തുടരുന്നു. ഇതുമാത്രമല്ല, ഇടുക്കിയുടെ ആതുര സേവന മേഖലയ്ക്ക് ഏറെ പ്രയോജനകരമായ ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനവും പരിതാപകരമാണ്. ദിവസേന 100 കണക്കിന് രോഗികൾ എത്തുന്നത് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഈ റോഡിലൂടെ. ഇടുക്കി മെഡിക്കൽ കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സൗകര്യമില്ല, ഒന്ന് റോഡില്ല. ഞാനിവിടെ ഓട്ടോറിക്ഷക്കാരനാണ്, ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. വഴിയില്ല, വണ്ടിക്ക് പണിയോട് പണി, ഒരു രക്ഷയില്ല, വഴിയില്ല. മെയിൻ കേസ് വഴിയില്ലാത്തതാണ്. റോഡ് കടന്നു പോകുന്ന ആശുപത്രിയിലെത്തിയാൽ അതിലും പരിതാപകരം. മെഡിക്കൽ കോളേജ് ആണെങ്കിലും വിദഗ്ധ ചികിത്സ ആവശ്യമായ രോഗികളെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യും. ആവശ്യത്തിന് മരുന്നും മറ്റ് സേവനങ്ങളും ഇവിടെ നിന്നും ലഭിക്കുന്നില്ലെന്നാണ് പരാതി. ഈ മെഡിക്കൽ കോളേജിൽ പരിസരത്ത് മാത്രം മരുന്നില്ല, ആശുപത്രിയിൽ മരുന്നില്ല. ബാക്കി എല്ലാ ആശുപത്രികളെയും മരുന്നുണ്ട്. ചെറിയ PHC വരെ മരുന്നുണ്ട്. ജൂനിയേഴ്സ് മാത്രമേ ഉള്ളൂ, ജൂനിയർ ഡോക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. സീനിയേഴ്സ് ആരുമില്ല. എല്ലാവരും സമരത്തിലോ കുറച്ച് പണിയെടുക്കുക, കൂടുതൽ ശമ്പളം മേടിക്കുക എന്ന ലക്ഷ്യമായിരിക്കാം, അതറിയില്ല. ഒരു പാരസെറ്റമോൾ പോലും ഇല്ലെന്നാണ് ഞങ്ങളെ വണ്ടിയിൽ കയറുന്ന യാത്രക്കാർ പറയുന്നത്. ഡോക്ടർമാരെ നിയമിച്ചിട്ടുണ്ടെങ്കിലും പലപ്പോഴും ഇവരുടെ സേവനം വേണ്ട രീതിയിൽ ലഭിക്കുന്നില്ല. മരുന്നിനായി എത്തുന്ന രോഗികൾക്ക് പുറത്തേക്ക് എഴുതി നൽകുന്ന കുറിപ്പട മാത്രമാണ് ലഭിക്കുന്നത്. സ്വകാര്യ മെഡിക്കൽ ഷോപ്പുകളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് പുറത്തേക്ക് കുറിപ്പെഴുതി നൽകുന്നതെന്നാണ് ആരോപണം. തോട്ടം തൊഴിലാളികളും ആദിവാസി സമൂഹവും അടക്കമുള്ള പാവപ്പെട്ട ജനങ്ങൾക്ക് മെഡിക്കൽ കോളേജിന്റെ സേവനം എന്ന് പൂർണ്ണതോതിൽ യാഥാർത്ഥ്യമാകുമെന്ന ചോദ്യമാണ് ജനം ചോദിക്കുന്നത്. വലിയ കെട്ടിടവും ആധുനിക സംവിധാനവും ഒക്കെ ഉണ്ടെങ്കിലും ഇടുക്കിയിലെ സാധാരണക്കാർക്ക് വിദഗ്ധ ചികിത്സ ലഭ്യമാകണമെങ്കിൽ മറ്റ് ജില്ലകളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ്. വീഡിയോ ജേർണലിസ്റ്റ് S. ശ്രീകുമാറിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.